നമ്മുടെ സ്വന്തം പേരിന്റെ ആൽഫബറ്റ്സ് തിരിച്ചും മറിച്ചു വിട്ടാലോ അല്ലെങ്കിൽ ഒരെണ്ണം കൂട്ടിയോ കുറവോ ചെയ്താലോ ഒക്കെ അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് കൺസൾട്ടന്റ് ന്യൂമറോളജിസ്റ്റ് ജലു ജയരാജാണ്. എനിക്കൊന്ന് നന്നാവണം, എൻ്റെ പേരിന്റെ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ നന്നാവോ? നന്നാവാൻ സാധ്യതയൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ നെയിം നമ്പർ എന്നാണ് നമ്മൾ അതിനെ പറയുക. അപ്പം ഒരു നെയിം ഈസ് കമ്പോസ്ഡ് ഓഫ് ആൽഫബറ്റ്സ്. അപ്പം കുറച്ച് ആൽഫബറ്റുകൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഒരു പേരായി മാറുന്നത്. അപ്പം ഈ ആൽഫബറ്റ്സിന് ഒരു കാൽഡിയൻ ന്യൂമറോളജി പ്രകാരം നമ്മൾക്ക് ചില ന്യൂമറിക്കൽ വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റും. അത് അസൈൻ ചെയ്തിട്ട് അത് നിങ്ങളുടെ ബർത്ത് നമ്പറും നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പറുമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആൽഫബറ്റ് ചേഞ്ച് ചെയ്യണമോ വേണ്ടയോ എന്ന ഡിസിഷനിലേക്ക് എത്തുന്നത്. അത് ആ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുന്നതോടുകൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസുകളും ഇവൻറ്റുകളും സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ ധാരാളം സെലിബ്രിറ്റീസ് ഇങ്ങനെ പേര് മാറ്റിയതായിട്ട് കണ്ടു. ഇപ്പോൾ സുനിൽ ഷെട്ടി, അജയ് ദേവ്ഗൺ, ഒരുപാട് പേര്, അല്ലു അർജുൻ, അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഇവർക്കൊക്കെ വിവേക് ഒബ്രോയ്, അപ്പോൾ ചിലവരുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇൻക്രീസ് അല്ലെങ്കിൽ അവർ നന്നാവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ വേറെ പലരും, ഇപ്പോൾ വിവേക് ഒബ്രോയിൻ്റെ കാര്യം പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പുള്ളി അങ്ങനെ സൂപ്പർ സ്റ്റാർ ലെവലിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതെന്തായിരിക്കാം? ഓരോരുത്തർക്കും ഓരോ രീതിയിൽ, അല്ലെങ്കിൽ അവർ ആൽഫബറ്റ്സ് മാറ്റിയത് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടാണോ? അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? ഇതൊരിക്കലും സയൻസ് അല്ല ന്യൂമറോളജി എന്ന് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇത് വർക്കാവുന്നത്? ന്യൂമറോളജി ഒരു സയൻസ് അല്ല എന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഇതിനെ ആക്ച്വലി ഇന്ത്യയിൽ നിന്നുള്ള 2 എക്സ്പെർട്ടുകൾ തന്നെ ഓൾമോസ്റ്റ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പണ്ഡിറ്റ് സേതുരാമൻ, രണ്ടാമത്തെ ആൾ ഡോക്ടർ ബി.വി. രാമൻ എന്ന് പറഞ്ഞ 2 പേരുണ്ട്. ഇതിൽ ഡോക്ടർ ബി.വി. രാമൻ ഒക്ടോബർ 9, 1970 യുണൈറ്റഡ് നേഷൻസിൽ ദ റിലവൻസ് ഓഫ് അസ്ട്രോളജി ഇൻ മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞൊരു സ്പീച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അസ്ട്രോളജിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയിലെ ന്യൂമറോളജി കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ അതും സ്കോളേഴ്സിൻ്റെ നടുവിലാണ് ആ സ്പീച്ച് ഉണ്ടായിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ആവശ്യത്തിലുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് ചില അസ്ട്രോളജി മാഗസിൻസ് ഉണ്ട്, അദ്ദേഹം അതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂമറോളജിയുടെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഓരോ നമ്പറിനും ഓരോ ഫ്രീക്വൻസി ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ 1 to 10 എടുത്താൽ 1, 2, 3 ഇതിന് ഓരോന്നിനും ഓരോ പ്രത്യേകതകളാണ്. ഇപ്പം എൻ്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു പേര്, ഇപ്പം അനുപമ എന്നുള്ള പേര് നമ്മൾ ആൽഫബറ്റ്സ് എ എന്ന് പറയുമ്പോൾ 1, എൻ എന്ന് പറയുമ്പോൾ 14 എന്തോ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്ത് ആഡ് ചെയ്തിട്ട് അവസാനം കിട്ടുന്ന നമ്പർ 1 ആണ്. എൻ്റെ പേരിൻ്റെ എല്ലാം കൂടെ കൂട്ടി അവസാനം കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഈ 1 ന്യൂമറോളജിയിൽ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അങ്ങനെയല്ലേ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? അതെ, 1 ആക്ച്വലി റെപ്രസെന്റ് സൺ എന്നാണ് പറയുന്നത്. അപ്പം ഒരു 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് സണ്ണാണ്. സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർ ഓഫ് ദ സോളാർ സിസ്റ്റമാണ്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അതേസമയം സണ്ണിൻ്റെ അടുത്ത് ആർക്കെങ്കിലും നിൽക്കാൻ കഴിയുമോ? ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫോളോവേഴ്സിനാണ് അതിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഈഗോ ഇഷ്യൂസ് വരും. പക്ഷെ 1 ഈസ് ദ നമ്പർ ഫോർ ലീഡർഷിപ്പ് ആൻഡ് കോൺഫിഡൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇതുമായിട്ട് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്? ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിലും അങ്ങനെ തന്നെ എടുത്തിട്ട് പറയുമല്ലോ ന്യൂമറോളജി അനുസരിച്ച്. ന്യൂമറോളജിയിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ജനിച്ച ദിവസം എന്ന് പറയുന്നത് ബർത്ത് നമ്പർ, ഹിന്ദിയിൽ അതിനെ മൂലാങ്ക് എന്ന് പറയും. ഓക്കെ, ബർത്ത് നമ്പർ എന്നാണ് പറയുക. ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡിജിറ്റ്സ് എല്ലാം കൂടെ നമ്മൾ സമപ്പ് ചെയ്ത് ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഡെസ്റ്റിനി നമ്പർ എന്ന് പറയും. ഓക്കെ, ഇതിൽ ന്യൂമറോളജിയിൽ പ്രയോറിറ്റി അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ബർത്ത് നമ്പറിനാണ്, രണ്ടാമത് ഡെസ്റ്റിനി നമ്പറിനാണ്, മൂന്നാമതാണ് നെയിം നമ്പറിന്. പക്ഷേ ഒരു സമഗ്രമായ ന്യൂമറോളജി റിപ്പോർട്ട് വരണമെങ്കിൽ ഈ 3 നമ്പേഴ്സും നമ്മൾ അനലൈസ് ചെയ്ത് അതിന് വേണ്ടുന്ന കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കി അതിനനുസരിച്ച് ഈ ആൽഫബറ്റിൽ ചേഞ്ച് വേണോ, നെയിം ആൽഫബറ്റ്സിൽ ചേഞ്ച് വേണോ എന്ന് തീരുമാനിക്കുന്നതിലൂടെയാണ് ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. ഓക്കെ, അല്ല അപ്പോൾ ഒരു ഡേറ്റിൽ തന്നെ പലരും ജനിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ 31/8/1988 ഒരു ഡേറ്റ്, ആ ഡേറ്റിൽ എത്രയോ പേര് ജനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഈ തലയിലെഴുത്ത് ഒരേപോലെ ആയിരിക്കുമോ? ഇത് തലയിലെഴുത്തിനെ കുറിച്ചല്ലല്ലോ പറയുന്നത്. ന്യൂമറോളജി ആക്ച്വലി എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഈ ന്യൂമറോളജിയുടെ ഇംപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ നേരിടാൻ പോകുന്ന ഇവൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന എക്സ്പീരിയൻസുകളെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന്.
രണ്ട്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കുറച്ചും കൂടെ ഹൃദയവിശാലതയോടുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാമത്തെ പർപ്പസ്. മൂന്നാമത്തെ പർപ്പസ് നമ്മുടെ റിലേഷൻഷിപ്സും നമുക്ക് സംഭവിക്കുന്ന ഇവൻറ്റുകളും എക്സ്പീരിയൻസുകളും കുറച്ചുകൂടി നന്നായി കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഇതൊക്കെയാണ് ആക്ച്വലി ന്യൂമറോളജിയുടെ ഒരു പേർപ്പസ്. പലരും ഇത് പ്രഡിക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ തലയിലെഴുത്തെല്ലാം സിമിലറായി വരണ്ടേ എന്ന വാശി പിടിക്കുമ്പോഴാണ് ഈ ഇഷ്യൂ. ആക്ച്വലി ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിജ്ഞാന ശാഖയും ഒരു സബ്ജക്റ്റുമാണ്. അതിനെ അതിൻ്റെതായ പ്രണയത്തോടുകൂടെ അപ്രോച്ച് ചെയ്താൽ അത് ഒരുപാട് നമ്മൾ നോക്കിക്കാണുന്ന ലെൻസ് തന്നെ മാറിപ്പോകും. അപ്പൊ എങ്ങനെയാണ് ഈ പേര് മാറ്റുന്ന അനുസരിച്ചിട്ട് ഒരാളുടെ ഭാഗ്യം മാറുന്നത്? പേര് മാറ്റിയത് കൊണ്ട് മാത്രമല്ല, ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ആ പേര് പിന്നീട് പുതിയതായിട്ടുള്ള ഒരു പേര് നമുക്ക് ചേർക്കുന്ന സമയത്ത് അത് എത്രയോ നാവുകളിലൂടെ അത് ഉച്ചരിക്കപ്പെടണം. പിന്നെ നമ്മൾ തന്നെ ഒരു മിറർ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കൊക്കെ ഉണ്ട്. അതിലൂടെ നമ്മൾ എത്രയോ തവണ ഓരോ ദിവസവും ആ പേര് നമ്മൾ ഉച്ചരിക്കണം. അപ്പോഴാണ് ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞ ഒരു കോസ്മിക് സയൻസ് ആണെന്നുള്ളത്. അപ്പോൾ ഒരു കോസ്മിക് വൈബ്രേഷൻ ഈ യൂണിവേഴ്സിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ടു ആൻഡ് ഫ്രോ ആയിട്ടുള്ള ആ ഒരു ഫ്ലോ സംഭവിച്ചാൽ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് ആ ഇവൻസിനെ കുറേ കൂടെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാനും കഴിയുന്നത്. അപ്പോൾ ജലുവിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ അറിയുന്നതിൽ വെച്ചിട്ട് ഏതൊക്കെ സെലിബ്രിറ്റീസ് ആണ് ഈ പേര് ഇങ്ങനെ മാറ്റിയിട്ട് ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്? അങ്ങനല്ല, ഞാൻ ഒരു ഇൻസ്റ്റൻസ് പറയാം. ജോഷി എന്ന ഡയറക്ടറിൻ്റെ കാര്യം നമുക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 2002 മുമ്പ് നമ്മൾ നോക്കിയാൽ ജോഷി എന്ന ഡയറക്ടറിൻ്റെ സ്പെല്ലിംഗ് JOSHI ആണ്. 2020 സിനിമയുടെ സംവിധായകൻ. പിന്നീട് ജോഷി എത്രയോ ന്യൂഡൽഹി പോലുള്ള വലിയ വലിയ സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള അതികായനായിട്ടുള്ള സംവിധായകനായിട്ടുള്ള ജോഷിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ജോഷി എന്തുകൊണ്ടാണ് JOSHI കഴിഞ്ഞ് പിന്നീട് ഒരു Y ചേർക്കുന്ന ഒരു ആവശ്യം എന്താണ്? അപ്പം ഈ പറയുന്ന ആൽഫബറ്റ്സ് ചേഞ്ച് ചെയ്തതിൻ്റെ ആ ഇവൻസ് അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുണ്ട്. പക്ഷേ ഈ ന്യൂമറോളജി എന്ന വിഷയത്തിൻ്റെ ആഴം, ഇതിൻ്റെ അർത്ഥതലങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആൽഫബറ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഡിസിഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, എല്ലാവരും അതിലേക്ക് വരുന്നില്ലല്ലോ അല്ലേ? ഇത് മനസ്സിലാക്കിയവർ മാത്രമാണല്ലോ ഈ ആൽഫബറ്റ് ചേഞ്ചിന് വേണ്ടി സമീപിക്കാറ്. അതെ, തീർച്ചയായിട്ടും എല്ലാവരിലേക്ക് ഇത് എത്തുന്നില്ല. അതെ, ആരെയും നമ്മൾ അതിന് മാൻഡേറ്ററി ആയിട്ട് ഇത് ചേഞ്ച് ചെയ്യണം അങ്ങനെയൊന്നും പറയാറില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ കൺസൾട്ടിങ്ങിൽ കൂടുതലും ഞാൻ ബർത്ത് നമ്പറിലാണ് ഫോക്കസ് ചെയ്യുക. കാരണം പലപ്പോഴും ആളുകൾ നമ്മളെ സമീപിക്കുന്നത് ലൈഫിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഇവൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അൺഎക്സ്പെക്റ്റഡ് ഷോക്കിംഗ് ഇവൻസിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ചില റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സംഭവിക്കുന്ന ആളുകൾ, ഡിവോഴ്സുകൾ, അങ്ങനെ പല ആളുകളാണ് നമ്മളെ സമീപിക്കാറ്. പിന്നെ ലൈഫിൽ മനസ്സിലാവാത്ത ഇവൻറ്റുകൾ സംഭവിക്കുന്ന സന്ദർഭങ്ങളുണ്ടാവും. അപ്പോൾ അതിന് മുന്നിട്ട് ഒരു ഉത്തരം കൂടെ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടെ ഒരാൾക്ക് കണ്ടെത്താൻ തീർച്ചയായിട്ടും കഴിയും. ഇപ്പോൾ ഞാൻ ലൈവായിട്ടൊരു കൺസൾട്ടേഷൻ ചോദിച്ചാൽ എൻ്റെ കാര്യത്തിൽ ജലൂനെ ചെയ്തു തരാൻ പറ്റുമോ? ലൈവായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ, ഒരു ബ്രീഫിംഗ് തരാൻ പറ്റും. പക്ഷേ താങ്കളുടെ 3 നമ്പേഴ്സും നെയിമും എല്ലാം വെച്ചിട്ടുള്ള ഒരു കൺസൾട്ടിങ് എന്ന് പറയുന്നത് അത് കുറച്ച് ഡീറ്റെയിൽഡ് കൺസൾട്ടിങ് ആണ്. അപ്പോഴേ അതിൻ്റെ ആക്യുറസി കൂടുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു ഓൺ ദ സ്പോട്ട് കൺസൾട്ടിങ്ങിന് ഓക്കെയാണ്. അപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്, എന്താണ് തരേണ്ടത്? അല്ല, താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം പറഞ്ഞാൽ മതി. പേര് കൂടെ ആവശ്യമില്ല. കാരണം പേര് വെച്ച് ഈ ആൽഫബറ്റ്സിന് ചേഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ താങ്കൾക്ക് അനുകൂലമായിട്ടുള്ള ആൽഫബറ്റ്സ് താങ്കളുടെ പേരിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. ഓൾറെഡി അനുകൂലമായിട്ടുള്ള ആൽഫബറ്റ്സ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ പേര് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തൽക്കാലം ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മതിയാവും. 31/8/87. 31/8/87 ആണ്. അപ്പം ഈ 31-നെ നമ്മൾ 4 പരിഗണിക്കുക. കാരണം 4, 13, 31 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അത് 3+1 4 ആയിട്ടാണ് നമ്മൾ ആ 4 എന്ന കാറ്റഗറിയിലാണ് പരിഗണിക്കുക. അപ്പോൾ താങ്കളുടെ ബർത്ത് നമ്പർ 4 ആണെന്ന് ഞാൻ പറയും. ബർത്ത് നമ്പർ 4 ആവുന്ന ആളുകളുടെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം. അവർ ഗ്രൗണ്ടഡ് ആയിരിക്കും, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, ഇൻ്റലിജൻ്റ് ആയിരിക്കും. ഇത് 3 അവർക്ക് ഉണ്ട്. പക്ഷെ അതേസമയം അവരുടെ ഒരു മൈനസ് നമ്മൾ പറയുമ്പോൾ അവർ കുറച്ച് ആർഗ്യുമെൻ്റലായിരിക്കും. കുറച്ച് അൺകൺവെൻഷനലായിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളും കുറച്ച് ആർഗ്യുമെൻ്റലായിട്ടുള്ളൊരു സ്വഭാവവും അവർക്കുണ്ട്. പിന്നെ ഇവർക്കൊരു മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി ഫ്യൂച്ചറിൽ വരാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അത്തരം ഇവൻസിലൂടെ ലൈഫ് അവിടെ കടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ അത് അവർക്ക് മുന്നേ അത് അവെയർ ആയിക്കഴിഞ്ഞാൽ, ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ കൺസൾട്ടിങ് എടുത്ത് മുന്നേ അത് അവെയർ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് ആ ഇവൻറ്റിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുമല്ലോ. ഓക്കെ, ഇതിലൂടെ ഞാൻ കടന്നു പോകേണ്ടതാണ് എന്ന് തോന്നുമ്പോൾ. അപ്പോൾ ഇതാണ് 4നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതേസമയം ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു 4നെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തമിഴ്നാട് CM ആയിട്ട് വിജയ് വരാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. തമ്പിങ് വിക്ടറി ഇലക്ഷൻസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വിജയ് എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ബർത്ത്ഡേ 22 ജൂണാണ്. 22 ജൂൺ. അതൊരു 4 മാത്രമല്ല, ഈ 22 എന്ന നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു മാസ്റ്റർ നമ്പർ കൂടിയാണ്. മാസ്റ്റർ നമ്പർ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കഷൻ അർഹിക്കുന്ന ഒരു കാറ്റഗറിയാണ്. എങ്കിലും 22 എന്ന നമ്പർ ദ മോസ്റ്റ് പവർഫുൾ നമ്പർ ഇൻ ന്യൂമറോളജി എന്ന് ഞാൻ പറയും. അപ്പം തീർച്ചയായിട്ടും 4ന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അവർക്കൊരു ഓൺടർപ്രോണറോ അല്ലെങ്കിൽ വളരെ ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങാം. അവർക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും റിസ്ക് എടുക്കാൻ തയ്യാറാവും. റിസ്ക് എടുക്കാൻ അവർ തയ്യാറാവും. അവരങ്ങനെ പേടിച്ച് പിന്മാറുന്ന അവസ്ഥകളൊക്കെ വളരെ കുറവാണ്. അതേസമയം എന്നിട്ട് അവർ ഇമോഷണൽ ട്രോമകളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് അവരൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 4നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അതാണ്. അപ്പം വിജയ് എന്ന് പറയുന്നത്, അതിനെ ബിൽഡർ എന്നാണ് ഞാൻ പറയുന്നത്. മാസ്റ്റർ ബിൽഡർ എന്നാണ് 22 എന്ന നമ്പറിനെ നമ്മൾ വിളിക്കുക. അത് ജൂൺ 21 മുതൽ ജൂലൈ 20 വരെയുള്ള ആ ഒരു പീരിയഡിൽ ഒരു 4 ബോൺ പേഴ്സൺ ജനിക്കുകയാണെങ്കിൽ അത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ന്യൂമറോളജിക്കൽ മാപ്പാണത്. അപ്പോൾ അതുകൊണ്ട് അത് ജൂൺ 22 വിജയുടെ ബർത്ത്ഡേ വന്നിരിക്കുന്നത്. അവിടെ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ജൂൺ 21 സയൻസിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ജൂൺ 21 ലോങ്ങസ്റ്റ് ഡേ ആണ് ഒരു വർഷത്തിലെ. ഇനി സൂര്യൻ അങ്ങ് ഉച്ചയിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കുമോ ഈ ദിവസം ജനിക്കുന്നവർക്കൊക്കെ എത്ര ഇമ്പോർട്ടൻസ്? അല്ല, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് പറയാനറിയില്ല. പക്ഷേ ഈ 4ൻ്റെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് രാഹു ആണ്. അപ്പം രാഹു നമ്മൾ അതിൻ്റെ ഒരു പുരാണങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അസുരൻ്റെ ശിരച്ഛേദം സംഭവിക്കുകയും തല രാഹുവായി മാറുകയും ശരീരം കേതുവായിട്ട് മാറുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തല ഇൻ്റലിജൻസ് എപ്പോഴും രാഹു. അതേസമയം കൺഫ്യൂഷൻസ് ഉണ്ടാവും. അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു നമ്പർ കൂടിയാണ് ഇത്. അപ്പോൾ 22 എന്ന നമ്പറിനെ മാസ്റ്റർ നമ്പറിന് എന്തോ പറഞ്ഞില്ലേ, അതൊന്ന് ഡീറ്റെയിൽ ആക്കാവോ? മാസ്റ്റർ നമ്പേഴ്സ് 3 എണ്ണമാണ് ന്യൂമറോളജിയിൽ നമ്മൾ പരിഗണിക്കാറ്. ഒന്ന് 11, 2 22, മൂന്നാമത്തത് 33. ഇതിൽ 22 ആണ് മോസ്റ്റ് പവർഫുൾ മാസ്റ്റർ നമ്പർ എന്ന് ഞാൻ പറയും. ദ മാസ്റ്റർ ബിൽഡർ എന്നാണ് ആ നമ്പറിനെ പറയുക. കാരണം 22 എന്ന് പറയുമ്പോൾ 2 + 2 4 ആണ്. അപ്പം സാധാരണ ഒരു 2 അത് 2 തവണ നിൽക്കുമ്പോഴാണ് 22 എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം അതാണ് 22. അപ്പം ഒരു 2 ബോൺ പേഴ്സൻ്റെ ഡബിൾ ഇമ്പാക്റ്റ് ഈ പറയുന്ന 22 എന്ന സംഖ്യയിൽ ജനിച്ച ആൾക്ക് ഉണ്ടാവും. ഓക്കെ, അതേസമയം അതിനെ 4 ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പല ഇമോഷണൽ ഇഷ്യൂസിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ വിജയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെല്ലാം അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹു സ്റ്റാൻഡ്സ് ഫോർ സഡൻനെസ് എന്നാണ് ഞങ്ങൾ പറയുക. അപ്പോൾ പൊടുന്നനെയുള്ള ഇവൻറ്റ്സ്, അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ലൈഫിൽ കൂടുതലായിരിക്കും. അത് ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത ഒരു സിബ്ലിങ്ങിൻ്റെ വേർപാടാവാം, അത് നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ വേർപാടാവാം. ആ വേർപാട് എന്നുള്ളത് ചിലപ്പം മരണമാവാം, അല്ലെങ്കിൽ അയാൾ എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടുപോകുന്നതാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന 22 അല്ലെങ്കിൽ 4 ബോൺ പീപ്പിളിൻ്റെ ലൈഫിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി ഇതോടൊപ്പം തന്നെ ഞാൻ 13 എന്ന നമ്പറിന്റെ സ്പെഷ്യാലിറ്റി കൂടെ പറയാം. ഈ 13-ൽ ജനിച്ച ആളുകളെ എടുത്ത് നമ്മൾ എല്ലാവർക്കും പേടിയുള്ളൊരു നമ്പറാണ്. അതിനെ സംബന്ധിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒരുപാട് പുറത്തേക്ക് പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയാൽ
13-ാം നമ്പറിൽ ഒരു മുറി ഉണ്ടാവില്ല. 13-ാം നമ്പറിൽ ഒരു മുറി കാണില്ല, ഇല്ല, അല്ലെങ്കിൽ ഒരു ബഹുനില കെട്ടിടമാണെങ്കിൽ 13-ാം നില കാണില്ല, കാണില്ല. 12 കഴിഞ്ഞാൽ പിന്നെ നേരെ 14 എന്ന് പറഞ്ഞ, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ 13-നെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അവരൊരു മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യത, കാരണം ഈ സഡൻ ഇവൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. സഡൻ അൺഎക്സ്പെക്റ്റഡ് സെറ്റ് ബാക്ക് ലൈഫിൽ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്കോ ഡിപ്രഷനിലേക്കോ ആങ്ഷൈറ്റിയിലേക്കോ ഒക്കെ പോകാൻ സാധ്യത വളരെ കൂടുതലുള്ള നമ്പറാണ് 13. പക്ഷേ വിജയ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഇനിയും ഒരു കാര്യം കൂടെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാം. ഈ 4 ബോൺ പീപ്പിളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ തലപ്പത്തേക്ക് അവർ വന്നു കഴിഞ്ഞാൽ അത് എത്ര കറപ്റ്റ് സിസ്റ്റം ആണെങ്കിലും അതിനെ അഴിച്ച് പണിയാൻ ഏറ്റവും കെൽപ്പുള്ള നമ്പറാണ് ഒരു 4 ബോൺ പേഴ്സൺ. അപ്പം അവർ തീർച്ചയായിട്ടും കടന്നു വരേണ്ട ഒരു മേഖല തന്നെയാണ് പൊളിറ്റിക്സ്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ കറപ്റ്റായിട്ടുള്ള ഒരു മേഖലയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ വിജയ് പോലുള്ള ഒരു CM അങ്ങോട്ടേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രതീക്ഷകൾ വാനോളമാണ്. ന്യൂമറോളജിക്കലി അലൈൻഡ് ആണ്. അദ്ദേഹത്തിന് ആ സിസ്റ്റത്തെ മറച്ചു വെക്കാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അന്ത ബീജിയം പോടടാന്ന്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ലക്കി ആയിട്ടുള്ള ഒരു 22 നമ്പർ വിജയ് CM ആവാൻ പോകുന്നു. അപ്പോൾ വേറെ ആരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഇദ്ദേഹത്തിന് ലക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ, അതോ സ്വന്തം ഈ ഒരു 22 കൊണ്ട് മാത്രമായിരിക്കുമോ? 22 എന്ന നമ്പറിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ മാസ്റ്റർ ബിൽഡർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു നമ്പറാണ്. പക്ഷേ എത്രയോ സഡൻ ഇവൻസ്, എത്രയോ അൺഎക്സ്പെക്റ്റഡ് ഇവൻസിലൂടെ കടന്നു പോയിട്ടാണ് അത് പവറിലേക്ക് എത്തുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു 16-ാം വയസ്സിൽ 17-ാം വയസ്സിൽ അല്ലെങ്കിൽ ഒരു 30-ാം വയസ്സിൽ ഒക്കെ അദ്ദേഹത്തിന് CM ആവാൻ സാധിച്ചിട്ടില്ല, ഈ ഒരു പവർ പൊസിഷനിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. എത്രയോ നാള് അദ്ദേഹം ഈ പറയുന്ന സിനിമാ മേഖലയിൽ കഷ്ടപ്പെട്ട് നായകനായിട്ട് അഭിനയിച്ച് ആ കാര്യങ്ങളിലൂടെയൊക്കെ മുന്നേറി വന്നിട്ടാണ് അവസാനം ഈ പറയുന്ന CM കസേരയിലേക്ക് വരുവാൻ പോകുന്നു എന്നുള്ള ഒരു ധ്വനിയുണ്ട്. അത് തീർച്ചയായിട്ടും അതായില്ലെങ്കിൽ പോലും ഒരു പവർ പൊസിഷനാണ്, ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഒരു പവർ പൊസിഷനാണ്. ആ പവറിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള 2 നമ്പേഴ്സാണുള്ളത്. ഒന്ന് 4 ആണ്, ഒന്ന് 8 ആണ്. 8ഉം പവറും മണിയും അതോറിറ്റിയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ് 8. പക്ഷെ വിജയെ സംബന്ധിച്ചോളം ഈ 22 എന്ന് പറഞ്ഞ മാസ്റ്റർ ബിൽഡർ നമ്പർ അത് മതി. പക്ഷേ ഇപ്പോൾ തൃശയെ സംബന്ധിച്ചുള്ള ചോദ്യമാണെങ്കിൽ ഒരു 4ഉം നല്ല രീതിയിൽ വൈബ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അതെന്ന് പറഞ്ഞിട്ട് അത് 4 എന്ന നമ്പറിനെ സംബന്ധിച്ചിടത്തോളം 2 നമ്പേഴ്സാണ് അവരോട് ചേർന്ന് പോകാൻ സാധ്യതയുള്ളത്. ഒന്ന് 1 ആണ്, രണ്ടാമത്തത് 4 ആണ്. അപ്പോൾ തൃഷ May 4th ആളുടെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ ദിവസം തന്നെ ഈ നല്ലൊരു റിസൾട്ടിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു 4ഉം നല്ല രീതിയിൽ വൈബ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലക്കി ചാം എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അവരും 4 ആണ്, ഇതും 4 ആണ്. പക്ഷെ 2 പേരും അവരുടെ ലൈഫിൽ ഒരുപാട് ഇമോഷണൽ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളത് നിസ്സംശയം പറയാം. ഓക്കെ, ഇവര് ഇങ്ങനെ ഇമോഷണൽ ട്രോമയിൽ കൂടി കടന്നു പോയി ഒരു സക്സസ്ഫുൾ ആവുമ്പോൾ ഈ പോയതൊക്കെ ഇവർക്ക് തിരിച്ചു കിട്ടുമോ? പോയത് എങ്ങനെ അവർക്ക് തിരിച്ചു കിട്ടാനാണ്? അവർ ഇപ്പം നമ്മൾ ലൈഫ് ഈസ് ഓൺലി അറ്റ് ഇറ്റ്സ് പ്രസൻറ്റ് മൊമെൻ്റ് എന്നല്ലേ പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാണ് ലൈഫ്. അപ്പം നാളെ എന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ന്യൂമറോളജി എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ അതൊരു പ്രഡിക്റ്റീവ് അനാലിസിസിലേക്കല്ല നോക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ കടന്നു വരാൻ പോകുന്ന ഇവൻസിനെ, മനുഷ്യരെ, റിലേഷൻഷിപ്സിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം എന്ന് മനസ്സിലാക്കാനാണ് ഈ സബ്ജക്റ്റിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്.